നമ്മളുടെ വാർദ്ധക്യകാലത്ത് മറ്റുള്ള ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരാഗ്രഹമാണ്. 60 വയസ്സിന് ശേഷമോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിന് ശേഷമോ നമുക്ക് റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻകം ലഭിക്കുക എന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഗവൺമെൻറ് സെക്ടറിലും മറ്റും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് പെൻഷൻ അവൈലബിൾ ആണ്. എന്നാൽ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള വ്യക്തികൾ, അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറുകളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾ, ഇങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻകം ലഭിക്കുകയില്ല, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിന് ശേഷം അവർക്കൊരു പെൻഷൻ ലഭിക്കുന്നതിനുള്ള സാധ്യത കുറവാണ്. ഏത് തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും ഒരു ഏജിന് ശേഷം, അതായത് റിട്ടയർമെൻറ്റ് ഏജിന് ശേഷം നിങ്ങൾ ഏൺ ചെയ്യുന്ന ഇൻകം കുറയാം. അതോടൊപ്പം തന്നെ ലൈഫ് എക്സ്പെക്റ്റൻസി, അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം അല്ലെങ്കിൽ ആയുസ് കൂടുന്ന ഒരു സാഹചര്യത്തിലും 60 വയസ്സിന് ശേഷം പിന്നെയും ഒരു 10-25 വർഷം നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കണക്ക് കൂട്ടിയാലും നിങ്ങൾ റിട്ടയർ ആകുന്നതിന് മുന്നേ അതിനുള്ള ഒരു സ്വത്ത് സ്വരൂപിച്ചു വെച്ചാൽ മാത്രമാണ് ശിഷ്ടകാലം നിങ്ങൾക്ക് അല്ലലില്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏറ്റവും വില്ലനായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പം നമ്മൾ ഇന്ന് വാങ്ങുന്ന പല വസ്തുക്കളും അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻസസിൻ്റെ എത്രയോ ഇരട്ടി എമൗണ്ട് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം സ്പെൻഡ് ചെയ്താലാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് സെയിം ലെവലിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുക. റിട്ടയർമെൻറ്റിന് ശേഷം നമുക്ക് റെഗുലറായിട്ട് ഇൻകം ലഭിക്കാൻ പറ്റുന്ന ഒട്ടനവധി ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ അവൈലബിൾ ആണ്. ഇൻഷുറൻസ് കമ്പനികളുടെയും മറ്റും പെൻഷൻ പ്ലാനുകളും അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ സിസ്റ്റമാറ്റിക് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലെ സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു നല്ലൊരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്താൽ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ മുഖാന്തരവും നമുക്ക് റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻകം ലഭിക്കാം. എന്നിരുന്നാൽ തന്നെയും അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികളുടെ റിട്ടയർമെൻറ്റിന് ശേഷം അവർക്ക് റെഗുലർ ആയിട്ടുള്ള ഒരു വരുമാനം നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അടൽ പെൻഷൻ യോജന എന്ന് പറയുന്ന ഒരു പെൻഷൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൽ അംഗമായിരിക്കുന്ന വ്യക്തികൾക്ക് 60,000 രൂപ വരെയുള്ള ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പെൻഷനാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ അടൽ പെൻഷൻ യോജനയിലൂടെ നൽകുന്നത്. അതായത് ഒരു മാസം മിനിമം 5,000 രൂപയെങ്കിലും. വളരെ നിസ്സാരമായിട്ടുള്ള ഫോർമാലിറ്റീസിലും എലിജിബിലിറ്റിയിലും നിങ്ങൾക്ക് ഈ പെൻഷൻ സ്കീമിൽ അംഗമാകാം. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള ഏത് വ്യക്തിക്കും ഈ പെൻഷൻ സ്കീമിൽ അംഗമാകാം. അദ്ദേഹം റെസിഡൻ്റ് ആകാം, നോൺ റെസിഡൻ്റ് ആകാം, പ്രവാസിയാകാം. ഏത് കാറ്റഗറിയിൽ പെടുന്ന വ്യക്തികളാണെങ്കിലും ഇന്ത്യയിൽ പൗരത്വമുള്ള വ്യക്തിയാണ്, നിങ്ങൾക്ക് 40 വയസ്സിന് താഴെയാണ് പ്രായം, അതോടൊപ്പം തന്നെ നിങ്ങൾ ബാങ്കിൽ ഒരു SBI അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആധാർ കാർഡ് ഉണ്ട്, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടൽ പെൻഷൻ യോജനയിൽ അംഗമായി ചേരുവാനായിട്ടുള്ള എലിജിബിലിറ്റി ഉണ്ട്. ഇതിലൊരു എക്സെപ്ഷൻ പറയുന്നത്, നിങ്ങൾ ഈ പെൻഷൻ സ്കീമിൽ ജോയിൻ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇൻകം ടാക്സ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പെൻഷൻ സ്കീമിൽ അംഗമാകാനായിട്ടുള്ള യോഗ്യതയില്ല. അല്ലാത്ത ഒരു സാഹചര്യത്തിൽ 40 വയസ്സിന് താഴെയുള്ള ഇന്ത്യയിലെ ഏത് സിറ്റിസൺസിന് വേണമെങ്കിലും ഈ പെൻഷൻ സ്കീമിൽ അംഗമായി ചേരാം. ഇതിൽ ക്വാർട്ടർലി ബേസിസിലോ അല്ലെങ്കിൽ ഹാഫ് ഇയർലി ബേസിസിലോ അടയ്ക്കുന്ന ചെറിയൊരു കോൺട്രിബ്യൂഷൻ്റെ ബേസിസിൽ 5,000 രൂപ വരെയുള്ള പെൻഷനാണ് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത്. അത് 1,000, 2,000, 3,000, 4,000, 5,000 നിങ്ങൾക്ക് എത്രയൊക്കെ മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ബേസിസിൽ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്താൽ 1,000 മുതൽ 5,000 രൂപ വരെയുള്ള മന്ത്ലി പെൻഷൻ 60 വയസ്സിന് ശേഷം നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫ് ടൈം വരെയും ഗ്യാരണ്ടീഡ് ആയിട്ട് ലഭിക്കുന്ന ഒരു പെൻഷൻ പദ്ധതിയാണ്. ഈ പദ്ധതിയെക്കുറിച്ചുള്ള വീഡിയോസ് ഇതിനു മുന്നേ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരിക്കൽ കൂടി നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വ്യൂവേഴ്സിന് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാനും വളരെ നിസ്സാരമായിട്ടുള്ള പ്രൊസീജിയറിൽ നിങ്ങളുടെ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ വിസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് തന്നെ ഈ പെൻഷൻ പദ്ധതിയിൽ നിങ്ങൾക്ക് അംഗമാകാനായിട്ട് സാധിക്കും. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFD നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് നിങ്ങളെ റിസ്ക് അനലൈസ് ചെയ്തതിന് ശേഷം സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. അടൽ പെൻഷൻ യോജനയിൽ
അംഗമാകുവാനായിട്ട് സാധിക്കുക? എന്തൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള എലിജിബിലിറ്റി? എത്രയൊക്കെ കോൺട്രിബ്യൂഷനാണ് നിങ്ങളുടെ ഏജിന് ബേസ് ചെയ്ത് നിങ്ങൾ നൽകേണ്ടത്? എന്തൊക്കെ ബെനിഫിറ്റാണ് 60 വയസ്സിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നത്? ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമാക്കുന്ന ഒരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ. അടൽ പെൻഷൻ യോജന. അടൽ പെൻഷൻ യോജന ബേസിക്കലി അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ റെഗുലറായിട്ട് പെൻഷൻ കിട്ടാത്ത തരത്തിലുള്ള ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള വ്യക്തികൾക്ക് അവർക്ക് 60 വയസ്സിന് ശേഷം റെഗുലർ ആയിട്ടുള്ള ഒരു ഇൻകം, അതായത് 1000 രൂപയോ 2000 രൂപയോ 3000 രൂപയോ 4000 5000 ഇതേപോലെ നിങ്ങൾ ഏതാണോ ഓപ്റ്റ് ചെയ്യുന്നത് ആ രീതിയിലുള്ള ഒരു പെൻഷൻ, ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പെൻഷൻ, ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗ്യാരണ്ടി ചെയ്യുന്നതാണ്. ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു പെൻഷൻ കിട്ടുന്ന ഒരു പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന. ഇത് റെഗുലേറ്റ് ചെയ്യുന്നത് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ്. നിങ്ങൾ പലപ്പോഴും NPS, അതായത് നാഷണൽ പെൻഷൻ സിസ്റ്റത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. NPSും റെഗുലേറ്റ് ചെയ്യുന്നത് സെയിം പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ്. ഈ രണ്ട് സ്കീമിലും ഒരു സമയത്ത് നിങ്ങൾക്ക് നിക്ഷേപം നടത്താം. NPSനെ സംബന്ധിച്ചിടത്തോളം അത് പ്യുവറായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമാണ്, മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള റിട്ടേൺസ് കിട്ടുന്ന ഒരു സ്കീം. എന്നാൽ അടൽ പെൻഷൻ യോജന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം ആണെങ്കിൽ തന്നെയും ഗവൺമെൻറ് ഗ്യാരണ്ടീഡ് ആണ്. അത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം ആണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന 5000 ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ വരുന്ന ഷോർട്ട് ഫാള് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നൽകും. ഈ സ്കീമിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള വ്യക്തിയായിരിക്കണം, ഒരു ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നിങ്ങൾക്കൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകണം, നിങ്ങൾ ഇൻകം ടാക്സ് പേയി ആകാൻ പാടില്ല, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടൽ പെൻഷൻ യോജനയ്ക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. നിങ്ങൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരും. അല്ല എങ്കിൽ പല ബാങ്കുകളും ഇൻ്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് മുഖാന്തരവും നിങ്ങൾക്ക് ഈ അടൽ പെൻഷൻ യോജനയിൽ പങ്കെടുക്കാം. നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ അല്ല സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് മന്ത്ലി ആയിട്ടോ ക്വാർട്ടർലി ആയിട്ടോ ഹാഫ് ഇയർലി ആയിട്ടോ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇത് മന്ത്ലി നിങ്ങൾ നടത്തുന്ന കോൺട്രിബ്യൂഷൻ്റെ ഒരു ചാർട്ടാണ് ഇവിടെ കാണുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഈ ചാർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള വ്യക്തികൾ മന്ത്ലി ക്വാർട്ടർലി ഹാഫ് ഇയർലി ബേസിസിൽ എത്രയൊക്കെ പ്രീമിയം ആണ് ഈ പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അടയ്ക്കണം എന്നുള്ള കാര്യമാണ് ഈ ചാർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നത്. ചെറിയ ചെറിയ എമൗണ്ടുകളെ വരുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവാം അടൽ പെൻഷൻ യോജനയിൽ നിങ്ങളൊരു അംഗമായി ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ലഭിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് മഹത്തരമായിട്ടുള്ള ഈ പെൻഷൻ സ്കീമിൽ അംഗമാകാൻ പറ്റുന്നത്, ഇതിൽ നിന്ന് ലഭിക്കുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വാർദ്ധക്യ കാലത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗ്യാരണ്ടിയോട് കൂടിയ ഒരു പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ സാഹചര്യത്തിലാണ് ഈ 5000 രൂപ പെൻഷൻ ലഭിക്കുന്നത്. പക്ഷേ കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പെൻഷൻ്റെ തുകയിൽ ഇൻക്രീസ് വരാനായിട്ടുള്ള ചാൻസുകളുണ്ട്. ഇതേപോലെയുള്ള ഒരു അവസരം നമുക്കുള്ളപ്പോൾ ഈ അവസരം നഷ്ടപ്പെടാതെ ഈ പദ്ധതിയിൽ അംഗമാകുക. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.